നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീൻ ബാബുവിന്റെ മരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. ഇത് സംബന്ധിച്ച ആവശ്യവുമായി നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നാണ് കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമെന്നും കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയെന്നും മൊഴി രേഖപ്പെടുത്താൻ ഉൾപ്പെടെ വൈകിയെന്നും ഹർജിയിൽ കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയന്ത്രണം വിട്ട തടിലോറി പാഞ്ഞുകയറി. വഴിയരികിൽ ഉറങ്ങിക്കിടന്ന 5 പേർക്ക് ദാരുണാന്ത്യം. തൃശൂർ നാട്ടികയിൽ വാഹനാപകടത്തിൽ 5 മരണം. തടിലോറി പാഞ്ഞുകയറി വഴിയരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളാണ് മരിച്ചത്. മരിച്ചവരിൽ 2 കുട്ടികളുമുണ്ട്. കാളിയപ്പൻ, നാഗമ്മ, ബംഗാഴി, ജീവൻ, മറ്റൊരു കുട്ടി എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്നും തടികയറ്റി വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലായി. കണ്ണൂർ ആലങ്കോട് സ്വദേശി ക്ലീനറായ അലക്സ്, ഡ്രൈവർ ജോസ് എന്നിവരാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിലായിരുന്ന ക്ലീനർ അലക്സ് ആണ് വാഹനം ഓടിച്ചത്. ഇയാൾക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപകടമുണ്ടാക്കിയതിനു ശേഷം വാഹനം നിർത്താതെ പോയി. എന്നാൽ പിന്നാലെ എത്തിയ നാട്ടുകാർ ദേശീയപാതയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണു യുവതിക്ക് ദാരുണാന്ത്യം. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ യുവതിക്ക് ദാരുണാന്ത്യം. ഇടുക്കി ഏലപ്പാറയിലാണ് സംഭവം. ഉപ്പുതറ ചീലാന്തർ സ്വദേശിനി സ്വർണ്ണമ്മയാണ് മരിച്ചത്. ബസിന്റെ വാതിലിന് സമീപം നിന്നിരുന്ന യുവതി പുറത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സ്വർണ്ണമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ KSRTC ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. പനി ബാധിച്ച +2 വിദ്യാർത്ഥിനി മരിച്ചത് ദുരൂഹത. 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന് റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ലയിൽ പനി ബാധിച്ച +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ദുരൂഹത. മരണത്തിന് പിന്നാലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വിദ്യാർത്ഥിനി ഗർഭിണിയായിരുന്നുവെന്ന് കണ്ടെത്തി. 17-കാരിയായ പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത്. ഈ മാസം 22-നാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പെൺകുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പെൺകുട്ടി അമിതമായി മരുന്ന് കഴിച്ചിരുന്നതായാണ് സംശയം. ചാർജിനിട്ട ടോർച്ച് പൊട്ടിത്തെറിച്ചു. വീടിന്റെ കിടപ്പുമുറിക്ക് തീപിടിച്ചു. എടപ്പോളിൽ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പുമുറിക്ക് തീപിടിച്ച് നാശനഷ്ടം. ഇന്ന് രാവിലെ 8:30-യോടെയാണ് സംഭവം. നടക്കാവ് കാലടി റോഡിലെ വലിയ പീഡേക്കൽ ഫാരിസിന്റെ വീട്ടിൽ ചാർജിനിട്ട ടോർച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപകട സമയത്ത് വീട്ടുകാരെല്ലാം പുറത്തായതിനാൽ അപകടം ഒഴിവായി. നാട്ടുകാരും പിന്നീട് പൊന്നാനിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും ചേർന്നാണ് തീയണച്ചത്. കിടപ്പുമുറിയിലുണ്ടായിരുന്ന മുഴുവൻ സാമഗ്രികളും കത്തി നശിച്ചു. 3 ലക്ഷം രൂപയുടെ നാശങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. കോൺഗ്രസ് നേതാവ് കുണ്ടാർ ബാലൻ വധക്കേസ്. 1-ാം പ്രതിക്ക് ജീവപര്യന്തം. കോൺഗ്രസ് നേതാവ് കുണ്ടാർ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി V. രാധാകൃഷ്ണന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷയും. കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റ് 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 2008 മാർച്ച് 27-നാണ് കാറൂടക്ക മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി കുണ്ടാർ ബാലൻ എന്ന T. ബാലകൃഷ്ണൻ കൊല്ലപ്പെടുന്നത്. രാഷ്ട്രീയ വിരോധം മൂലം BJP പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം. ആദ്യം ആർദൂർ പോലീസും പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റ് യൂണിറ്റും അതിനുശേഷം ക്രൈംബ്രാഞ്ചുമാണ് കേസ് അന്വേഷിച്ചത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ്. ഭാര്യയുടെ പരാതിയിൽ രാഹുൽ റിമാൻഡിൽ. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ P. ഗോപാൽ റിമാൻഡിൽ. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ആണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. പറവൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സമാനമായ പരാതിയിൽ നേരത്തെ പന്തീരാങ്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ആലപ്പുഴയിൽ സ്കൂളിന് അവധി നൽകി. 27 വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ചൊറിച്ചിലും ദേഹാസ്വാസ്ഥ്യവും. ആലപ്പുഴ ലിയോ 13th HSSലെ 27 വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ചൊറിച്ചിലും ദേഹാസ്വാസ്ഥ്യവും. സ്കൂളിന് അവധി നൽകി. 12 പേർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി.
+1 സയൻസ് ബാച്ച് വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത്. ഇതോടെ ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി ഉച്ചഭക്ഷണത്തിന് ശേഷം നൽകാനിരുന്ന വിരഗുളികയുടെ വിതരണവും മാറ്റിവെച്ചു. വിദ്യാർത്ഥികളുടെ കയ്യിലും കഴുത്തിലും വയറിലുമാണ് ചൊറിച്ചിൽ അനുഭവപ്പെട്ടത്. അസഹ്യമായതോടെ പലരും ചികിത്സ തേടി. നനഞ്ഞിരുന്ന ക്ലാസ് മുറിയിൽ ബാഗ് വെച്ച് പുറത്തിറങ്ങിയ കുട്ടികൾക്കാണ് ആദ്യം അസ്വസ്ഥത അനുഭവപ്പെട്ടത്. പിന്നീട് ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ മറ്റു കുട്ടികളിലേക്ക് ചൊറിച്ചിൽ പടർന്നതോടെ സ്കൂളിന് അവധി നൽകി. ഇതിന് പിന്നാലെ DMO ഓഫീസിലെ മെഡിക്കൽ സംഘം സ്കൂളിലെത്തി ചൊറിച്ചിൽ നേരിട്ട വിദ്യാർത്ഥികളെ വിശദമായി പരിശോധിച്ചു. കൂട്ടത്തോടെ ചൊറിച്ചിൽ അനുഭവപ്പെട്ട ക്ലാസ് മുറിയിൽ പ്രാണികളുടെ ആക്രമണമാണോ എന്ന് സംശയമുണ്ടെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ PJ യേശുദാസ് പറഞ്ഞു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെങ്കിലും ബുധനാഴ്ച +1 സയൻസ് ബാച്ചിന് അവധി നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിൽ വിദ്യാർത്ഥിനിക്ക് ലൈംഗിക അതിക്രമം. പ്രതിക്ക് 6 വർഷം തടവ്. സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പിന്തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ പ്രതിക്ക് തടവും പിഴ ശിക്ഷയും. ചേർത്തല പാണാവള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ തൃച്ചാറ്റുകുളമില്ലത്ത് നികർത്ത് വീട്ടിൽ സിബിനെയാണ് ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ജഡ്ജ് ശിക്ഷിച്ചത്. 6 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. 2018 ഫെബ്രുവരിയിലാണ് സംഭവം. വയനാട്ടിലെ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു പാർട്ടി വിട്ടു. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു BJPയിൽ നിന്ന് രാജിവെച്ചു. നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജി. BJPയിൽ തമ്മിലടിയും ഗ്രൂപ്പിസവുമാണെന്ന് മധു ആരോപിക്കുന്നു. തൃശൂരിൽ BJP ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണെന്നും എല്ലാ പഞ്ചായത്തിലും സെലിബ്രിറ്റികൾക്ക് മത്സരിക്കാനാവില്ലെന്നും മധു പറഞ്ഞു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന BJPക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. വയനാട്ടിൽ വന്യജീവി ആക്രമണ സമരത്തിനെതിരെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും BJP മാറ്റിയത്.